Today we are going to discuss the mechanism of succession and concept of climax. Mechanism of succession. Ecological succession is brought about by the forces inherent in the community and also by the activities of the organisms themselves. എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇൻഹറൻറ്റ് ഫോഴ്സസ് കൊണ്ടും അതുപോലെ തന്നെ അതിലുള്ള ഓർഗാനിസങ്ങളുടെ ആക്ടിവിറ്റി കൊണ്ടുമാണ് എക്കോളജിക്കൽ സക്സഷൻ ഉണ്ടാകുന്നത്. എക്കോളജിക്കൽ സക്സഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള 8 മേജർ മെക്കാനിസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവയാണ് മ്യൂട്ടേഷൻ, ഇൻവേഷൻ, എസേസിസ്, അഗ്രിഗേഷൻ, കോമ്പറ്റീഷൻ, കോയാക്ഷൻ, റിയാക്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ ബെയർ ഓർ അൺഇൻഹാബിറ്റഡ് ഏരിയ ഫോർ ദ ഇനിഷ്യേഷൻ ഓഫ് എ സക്സഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെയർ ഫോർമേഷനാണ്. ബെയറിനാണ് നമ്മൾ മ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സക്സഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അൺഇൻഹാബിറ്റഡ് ഏരിയ, അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ടോപ്പോഗ്രാഫിക്, ക്ലൈമാറ്റിക്, ബയോട്ടിക് ആൻഡ് ആൻഡ്രോപോജനിക് ഫാക്ടേഴ്സ് വിച്ച് ഡിസ്ട്രോയ് ദ എക്സിസ്റ്റിംഗ് ലൈഫ്. ഇനി അതിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യത്തേതാണ് ടോപ്പോഗ്രാഫിക് ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് സോയിൽ ഇറോഷൻ, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനിക് ആക്ടിവിറ്റി, എലൂവിയൽ ഡിപ്പോസിഷൻ, എസ്റ്റുവറിൻ ഡിപ്പോസിഷൻ എക്സെട്ര വിച്ച് ഡിസ്ട്രോയ് ദ എക്സിസ്റ്റിംഗ് ലൈഫ്. ടോപ്പോഗ്രാഫിക് ഫാക്ടേഴ്സിൽ വരുന്ന സോയിൽ ഇറോഷൻ, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനിക് ആക്ടിവിറ്റി അതൊക്കെ എന്ത് ചെയ്യും? ആ ഒരു പ്രദേശത്തുള്ള എക്സിസ്റ്റിംഗ് ലൈഫിനെ മൊത്തമായിട്ട് ഡിസ്ട്രോയ് ചെയ്യും. അടുത്തതാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് ഗ്ലേസിയേഷൻ, ഫ്രോസ്റ്റ്, ഡ്രോട്ട്, ഫ്ലഡ്, ഫയർ, സ്റ്റോം എക്സെട്ര വിച്ച് ഡിസ്ട്രോയ് വെജിറ്റേഷൻ ആൻഡ് അനിമൽ ലൈഫ്. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ക്ലൈമറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു പ്രദേശത്തുള്ള വെജിറ്റേഷനെയും അനിമൽ ലൈഫിനെയും ഡിസ്ട്രോയ് ചെയ്യും. അടുത്തതാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് ഡിസീസ്, എപ്പിഡമിസ്, ഓവർ ഗ്രേസിംഗ്, ഡിസ്ട്രക്ഷൻ ബൈ പെസ്റ്റ് ആൻഡ് പാരസൈറ്റ്സ്. ഇനി അവസാനത്തേതാണ് ആൻഡ്രോപോജനിക് ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് റീക്ലമേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർലാൻഡ്സ്, ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ്, ഫില്ലിംഗ് ഓഫ് പാഡി ഫീൽഡ്സ് എക്സെട്ര. അതായത് മനുഷ്യന്മാരുടെ പ്രവൃത്തി മൂലം ആ ഒരു പ്രദേശത്തുണ്ടാകുന്ന ആനിമൽ ലൈഫിനെ അതൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പോൾ അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ വാട്ടർലാൻഡ്സിൻ്റെയും വെറ്റ്ലാൻഡ്സിൻ്റെയും ഒക്കെ റീക്ലമേഷൻ, അതുപോലെ തന്നെ കുന്നിടിച്ചിൽ, വനനശീകരണം, പാടം നികത്തുക, അതൊക്കെയാണ് ഈ ആന്ത്രോപോജനിക് ഫാക്ടേഴ്സിൽ വരുന്നത്. രണ്ടാമത്തേതാണ് ഇൻവേഷൻ. ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ അറൈവൽ ഓഫ് ഓർഗാനിസംസ് ടു എ ന്യൂലി ഓൾട്ടേർഡ് ലൊക്കാലിറ്റി ഫ്രം അറൗണ്ട്. ഒരു പുതിയ ഓൾട്ടേർഡ് ലൊക്കാലിറ്റിയിലേക്ക് ഓർഗാനിസംസ് അറൈവ് ചെയ്യുന്നതിനാണ് ഇൻവേഷൻ എന്ന് പറയാം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പൈനിയർ സ്പീഷീസ് ആൻഡ് എമേർജിംഗ് സ്പീഷീസ്. പൈനിയർ സ്പീഷീസിൻ്റെയും എമേർജിംഗ് സ്പീഷീസിൻ്റെയും ഒക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവേഷനിൽ 2 മേജർ ഇവൻ്റ് ആണുള്ളത്. അതാണ് മൈഗ്രേഷനും ഡിസ്പേഴ്സലും. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മാസ് മൂവ്മെൻറ്റ് ഓഫ് ആനിമൽസ് ടു ന്യൂ ലൊക്കാലിറ്റീസ്. ഒരു പുതിയ ലൊക്കാലിറ്റിയിലേക്ക് ആനിമൽസ് കൂട്ടമായിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്പേഴ്സൽ. ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ഓഫ് സീഡ്സ്, സ്പോർസ്, സിസ്റ്റ് ആൻഡ് അതർ പ്ലാന്റ് പ്രൊപ്പഗ്യൂൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ്, ഫ്ലോയിങ് വാട്ടർ, ആനിമൽസ് എക്സെട്ര. ആനിമൽസിൻ്റെയും ഫ്ലോയിങ് വാട്ടറിൻ്റെയും വിൻഡിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി സീഡുകൾ, സ്പോറുകൾ, സിസ്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് പ്ലാന്റ് പ്രൊപ്പഗ്യൂൾസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. മൂന്നാമതാണ് എസേസിസ്. എസേസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോളനൈസേഷൻ ഓഫ് ആൻ ഇൻവേഡിംഗ് സ്പീഷീസ് ഇൻ എ ന്യൂ ലൊക്കാലിറ്റി ത്രൂ അക്ലിമറ്റൈസേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ. എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേഡിംഗ് സ്പീഷീസ് അതിൻ്റെ പുതിയ ലൊക്കാലിറ്റിയിൽ അക്ലിമറ്റൈസേഷനും അഡാപ്റ്റേഷനും ഒക്കെ വഴി വെൽ സക്സസ്ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും കോളനൈസേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എസേസിസ് എന്ന് പറയുന്നത്. എസേസിസ് ഇസ് കംപ്ലീറ്റ് ആൻഡ് സക്സസ്ഫുൾ ദ സ്പീഷീസ് സ്റ്റാർട്ട്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എസേസിസ് എന്ന് പറയുന്ന ഈ ഒരു മെക്കാനിസം കംപ്ലീറ്റ് ആവുന്നതും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആവുന്നതും എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു സ്പീഷീസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും. നാലാമത്തേതാണ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ക്രൗഡിംഗ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്ഡ് സ്പീഷീസ് ഇൻ ആൻ ഗിവൺ ഏരിയ. ഒരു ഗിവൺ ഏരിയയിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്ത സ്പീഷീസിൻ്റെ റീപ്രൊഡക്റ്റീവ് മൾട്ടിപ്ലിക്കേഷനും ക്രൗഡിങ്ങുമാണ് അഗ്രിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അഞ്ചാമത്തതാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രാസ്പെസിഫിക് സ്ട്രഗിൾ ഫോർ റിസോഴ്സസ് സച്ച് ആസ് സ്പേസ്, വാട്ടർ, ന്യൂട്രിയൻസ്, സോളാർ എനർജി, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. എന്ന് വെച്ചാൽ ഇൻട്രാസ്പെസിഫിക്കും ഇൻ്റർസ്പെസിഫിക്കും ആയിട്ടുള്ള ഓർഗാനിസംസ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന് വേണ്ടിയിട്ട്, റിസോഴ്സസ് എന്ന് പറയുമ്പോൾ സ്പേസ്, വാട്ടർ, ന്യൂട്രിയൻസ് അങ്ങനത്തെയൊക്കെയുള്ള റിസോഴ്സസിന് വേണ്ടിയിട്ട് പരസ്പരം സ്ട്രഗിൾ ചെയ്യുന്നതിനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മോസ്റ്റ്ലി റിസൾട്ട് ഫ്രം അഗ്രിഗേഷൻ. കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ എക്സിസ്റ്റിംഗ് സ്പീഷീസ് ആൻഡ് ദ ഇൻവേഡിംഗ് സ്പീഷീസ് probably result in the displacement of the former and the establishment of the later. എക്സിസ്റ്റിംഗ് സ്പീഷീസും അതുപോലെ തന്നെ ഇൻവേഡിങ് സ്പീഷീസും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് വെച്ചാൽ ഫോർമർ ആയിട്ടുള്ളതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ലേറ്റർ ആയിട്ടുള്ളതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ആയിരിക്കും. ഇൻ കോമ്പറ്റീഷൻ ഓൺലി ദ ബെറ്റർ അഡാപ്റ്റഡ് ഓർ ദ ഫിറ്റസ്റ്റ് സ്പീഷീസ് എമേർജ് സക്സസ്ഫുൾ. ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഏതാണോ ബെറ്റർ അഡാപ്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു സ്പീഷീസ് ആയിരിക്കും സക്സസ്ഫുൾ ആയിട്ട് എമേർജ് ചെയ്ത് വരിക. ആറാമത്തേതാണ് കോആക്ഷൻ. കോആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് മോഡിഫൈ ഈച്ച് അതേഴ്സ് ലൈഫ് ത്രൂ കോമ്പറ്റീഷൻ. എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വഴി ഓർഗാനിസംസ് സ്വയം അതിൻ്റെ ലൈഫ് മോഡിഫൈ ചെയ്യുന്നതിനെയാണ് കോആക്ഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തേതാണ് റിയാക്ഷൻ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദെയർ അബയോട്ടിക് ഫാക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് പരസ്പരം അല്ലെങ്കിൽ ഓർഗാനിസവും അവയുടെ അബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. This modifies the environment through changes in soil, water, light penetration, temperature, etc., paving way for emerging species. ഈ റിയാക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇതിൻ്റെയും സോയില്, വാട്ടർ, ലൈറ്റ് പെനിട്രേഷൻ, ടെമ്പറേച്ചർ പോലുള്ള ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് അതിൻ്റെ എൻവയോൺമെൻറ്റിനെ മോഡിഫൈ ചെയ്യും. Consequently, they get replaced by new invading species. This process will be repeated until the emerge of the climax community. ഈ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എമേജ് ചെയ്ത് വരുന്നത് വരെ ഈ ഒരു പ്രോസസ്സ്, റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റിയാക്ഷൻ പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് സക്സഷൻ. സക്സഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ടാണ് റിയാക്ഷനെ കാണുന്നത്. എട്ടാമത്തതാണ് സ്റ്റെബിലൈസേഷൻ. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ബിയോണ്ട് വിച്ച് സക്സഷൻ വുഡ് നോട്ട് നോർമലി ഒക്കർ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അണ്ടർ ദ എക്സിസ്റ്റിംഗ് നോർമൽ കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ നോർമൽ കണ്ടീഷനിൽ ഒരുപാട് കാലത്തേക്ക് വേറെ സക്സഷൻ ഒന്നും നടക്കുന്നില്ല എങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് സ്റ്റെബിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺലി ദോസ് സ്പീഷീസ് which are most favorably adapted to outwait the severe interspecific competition would get established or stabilized. ഇതിലുള്ള ഇൻ്റർസ്പെസിഫിക് കോമ്പറ്റീഷനെ ഒക്കെ ഔട്ട്ബീറ്റ് ചെയ്യാൻ പാകത്തിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും തന്നെ വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സ്പീഷീസുകൾ മാത്രമായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും സ്റ്റെബിലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. They constitute the final community called climax community. അങ്ങനെ വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള, വെൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഈ ഓർഗാനിസംസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഫൈനൽ കമ്മ്യൂണിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനെയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. Concept of climax. The final stage of succession is called the climax or climax community. സക്സഷൻ്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജിനെയാണ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. It is the final or stable community in a successional series. It is self-perpetuating and in equilibrium with the physical and biotic environment. ഒരു സക്സഷണൽ സീരീസിലുള്ള ഫൈനലും സ്റ്റേബിളും ആയിട്ടുള്ള കമ്മ്യൂണിറ്റീനെയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് സെൽഫ് പ്രിപ്പറ്റേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ ആൻഡ് ബയോട്ടിക് എൻവയോൺമെൻറ്റുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഈസ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ബിക്കോസ് ഇറ്റ് net annual organic production, energy level and density of populations are kept almost constant. Climax community സ്റ്റെബിലൈസ്ഡ് ആണെന്ന് പറഞ്ഞത് സ്റ്റഡി സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ
നെറ്റ് ആനുവൽ ഓർഗാനിക് പ്രൊഡക്ഷനും എനർജി ലെവലും അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനും ഒക്കെ ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി സ്റ്റഡി സ്റ്റേറ്റിൽ ആവുന്നത്. The annual production and input of organic matter will be balanced by consumption and output. ഈ ആനുവൽ പ്രൊഡക്ഷനും ഇൻപുട്ട് ഓഫ് ഓർഗാനിക് മാറ്ററും ബാലൻസ് ചെയ്യുന്നത് കൺസെപ്ഷനും ഔട്ട്പുട്ടും ആയിരിക്കും. സോ ദർ ഇസ് നോ നെറ്റ് അക്യുമുലേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് എനർജി. അതുകൊണ്ട് തന്നെ ഓർഗാനിക് മാറ്ററിൻ്റെയും എനർജിയുടെ ഒന്നും നെറ്റ് അക്യുമുലേഷൻ ഉണ്ടാവുന്നില്ല. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്പ്, ക്ലൈമാറ്റിക് ക്ലൈമാക്സ് ആൻഡ് എഡഫിക് ക്ലൈമാക്സ്. ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പാണുള്ളത്. ക്ലൈമാറ്റിക് ക്ലൈമാക്സും ഉണ്ട്, എഡഫിക് ക്ലൈമാക്സും ഉണ്ട്. താങ്ക് യു.